ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിരുന്നു, ആലുവയ്ക്ക് പോയൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ബാക്കി തന്നെയാണിത്. ആലുവയിൽ പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടുന്ന് ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് ഞങ്ങൾ എറണാകുളം സൗത്തിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് പോയി. അപ്പോൾ മറൈൻ ഡ്രൈവിലത്തെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പോൾ അതാ മറൈൻ ഡ്രൈവിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ പോയത്. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. എവിടെയൊക്കെ കാണണം, എങ്ങനെയൊക്കെ കാണണം ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയതിൻ്റെ ശേഷം ഇങ്ങനെ എവിടെ പോകാമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ ഇപ്പോൾ കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ പോയി നോക്കി. അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോയി. പിന്നെ മുത്തുമോനെ മേമാക്ക് വിളിച്ച് ചോദിച്ചു. പിന്നെ ഓള് പോയതാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഓള് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി കേട്ടോ. ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. ഞാനിതുവരെ ബോട്ടിൽ കയറിയിട്ടില്ല. ഞങ്ങളാരും മുത്തൊക്കെ കയറിയിക്കണം, പക്ഷേ ഞാൻ കയറിയിട്ടില്ല. ഞാനും മുത്തും കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബോട്ടിൽ കയറുമ്പോൾ മനസ്സിൽ നമ്മളെ താനൂർ ബോട്ടപകടത്തിൻ്റെ ആ ഒരു ഓർമ്മ മാത്രമാണ് കേട്ടോ. ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആദ്യമായിട്ടല്ലേ, കയറാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കയറാതെ വിചാരിച്ച് കയറി. പക്ഷേ റിച്ചുവിന് ഭയങ്കര പേടിയായിരുന്നു. റിച്ചു ഇങ്ങനെ പറയുന്നത്, റിച്ചുവിൻ്റെ മനസ്സിലും കൂടി ആ ഒരു ബോട്ടപകടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറയുന്നുണ്ടായി, ബോട്ട് ഇങ്ങനെ മറിയോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിലിങ്ങനെ യാത്ര ചെയ്തപ്പോൾ അപ്പം ഷൂട്ട് ചെയ്തതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ബോൾഗട്ടി പാലസ് അത് കണ്ടു ഞങ്ങൾ. അതിങ്ങനെ ഈ ബോട്ടിൽ 1 മണിക്കൂർ നേരമായിരുന്നു ബോട്ട് യാത്ര. അപ്പോൾ അതിലിങ്ങനെ പോയപ്പോൾ അത് കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നെ. മൈബോസിലെ ആ ഒരു വീടാണെന്ന് പറഞ്ഞിട്ടൊരു വീട് കാണിച്ചിട്ട് പിന്നെ നമ്മളെ MG ശ്രീകുമാർ സാറിൻ്റെ വീട് കണ്ട്. അതൊക്കെ ഇങ്ങനെ ബോട്ടിലൊരാൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, ഇന്നതാണെന്ന്. അതുപോലെ ഏറ്റവും വലിയ കപ്പൽ, അതുപോലെ എണ്ണക്കപ്പൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് വണ്ടുകളൊക്കെ കാണിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ യാത്രയിൽ ഒരാളിങ്ങനെ ചോദിക്കണുണ്ട് കേട്ടോ, എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇയാൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഇത്രയും ആൾക്കാരായിരുന്നു കേട്ടോ ബോട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ റിച്ചുവിന് കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ ബോട്ടാണ്ട് പോകൽ തുടങ്ങിയപ്പോൾ പേടിയൊക്കെ മാറി. പിന്നെ ഇരുന്നോടത്ത് എണീക്കലൊക്കെ തുടങ്ങി കേട്ടോ. ജാക്കറ്റ് ഇടാൻ പറഞ്ഞിട്ട് ജാക്കറ്റ് ഇട്ടായിരുന്നില്ല. ജാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇട്ടായിരുന്നു. പിന്നെ ഞാൻ ഊരി. അപ്പോൾ ജാക്കറ്റ് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കോളേജ് കുട്ടികളുണ്ടായിരുന്നു, ഒരു 8-10 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ മലയാളി കുട്ടികളല്ല, കർണാടകയിലെ കുട്ടികളാണ് തോന്നുന്നു. അപ്പോൾ അവർ ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കയറിയതായിരുന്നു. അങ്ങനെ അവർ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾക്കൊക്കെ കേക്കൊക്കെ തന്നു കേട്ടോ. എല്ലാവർക്കും കേക്ക് ബോട്ടിൽ നിന്ന് എല്ലാവർക്കും ഊരി വെച്ച് കൊടുത്തു. അവരെടുത്തിട്ട് ബാക്കി എല്ലാവർക്കും ആ ബോട്ടിലുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് നമ്മളെ ബോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നമ്മളെ മുന്നിലും ബേക്കിലൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വേറെ പല സൈസ് ബോട്ടുകളുണ്ട്. അപ്പോൾ ചിലതിലൊക്കെ മൈക്കിലൊക്കെ ഉണ്ടോ പറയണം. അപ്പോൾ നമ്മളെ ബോട്ടിൽ പോകുമ്പോഴും ഓരോ ബോട്ടിൽ പറയണതൊക്കെ നമുക്ക് കേൾക്കാനൊക്കെ പറ്റിയിരുന്നു. ഞങ്ങളന്ന് രാവിലെ വീട്ടിൽ നിന്ന് 5:30 മണിക്ക് പോയിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുന്നത് നേരെ വെളുക്കാൻ കാലത്ത് 3 മണിക്കാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് അവിടുന്ന് കൊച്ചിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ബസ് കയറുന്നത് 7 മണി കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങൾ പെരിന്തൽമണ്ണ വന്ന് ബസ് ഇറങ്ങിയപ്പോഴത്തേനും 1:30 മണിയായി. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് ആ സമയത്തൊന്നും കിട്ടിയില്ല. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പാലക്കാട്ടേക്കുള്ള ബസ് കിട്ടിയപ്പോഴത്തേനും പിന്നെ കുറേ സമയമായിട്ടോ. പിന്നെ ഞങ്ങൾ ആര്യമ്പാവ് വന്ന് ബസ് ഇറങ്ങി അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും 3 മണിയായിരുന്നു. ആര്യമ്പാവിൽ വന്നിട്ട് ഞങ്ങൾ പിന്നെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നത്. അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചിട്ട് പോന്നു. പിന്നെ വീട്ടിൽ വന്ന് കഴിക്കുകയാണ് ചെയ്തത്. അത് കഴിച്ച് കിടന്നപ്പോഴത്തേനും കിടക്കലും കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും 3-3:30 മണിയായിരുന്നു. നമ്മൾ ബസ്സിനല്ലേ പോകണമല്ല, സ്വന്തം വണ്ടിയാക്കിയിട്ടൊന്നല്ല പോകണത്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ തന്നെയല്ലേ വരാൻ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തായാലും പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കാണാൻ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് നമ്മളെ ഫോർട്ട് കൊച്ചിക്ക് പോയിട്ടോ. അവിടുന്ന് പിന്നെ ബസ് കയറിയിട്ടാണ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിക്ക് പോയത്. അവിടുന്ന് പിന്നെ ഈ മറൈൻ ഡ്രൈവിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളെ പിന്നെ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്ടർ മെട്രോ ഉണ്ടായിരുന്നു. അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, കൊച്ചി മുതൽ കൊയിലാണ്ടി വരെയെന്ന്, അതുപോലുള്ളൊരു ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നിട്ടുണ്ടെങ്കിൽ
അന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളതിൽ കയറിയിട്ട് അന്ന് തിരിച്ചവിടുന്ന് പോകില്ല. പിന്നെ അവിടെ റൂമെടുത്ത് താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ അത് പറ്റുള്ളൂ. അപ്പോൾ അത്രയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങളെ കൊണ്ട് തിക്കി തിരക്കിയിട്ട് അവിടെ കണ്ട് ചെല്ലാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ തിരക്കിൽ നിൽക്കുന്നില്ല വെച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് പിന്നെ ഞങ്ങൾ ബസ് കയറിയിട്ടാണ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പോയത്. ലാസ്റ്റ് ഞങ്ങൾ പോയത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ചെന്നപ്പോഴത്തേനൊക്കെ എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ കഴിഞ്ഞിരുന്നു. ഞാൻ പറയില്ല നമ്മൾ പോകാൻ വിചാരിച്ചതൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ ഫോണിൽ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ കഴിഞ്ഞിരുന്നു. ഫോൺ സ്വിച്ച് ഓഫായി. പിന്നെ കാക്കൂൻ്റെ ഫോണിൽ കുറച്ചേ ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ ഉപയോഗിച്ചാൽ പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ വിളിക്കാൻ ഫോൺ ഉണ്ടാവില്ലല്ലോ നേരത്തെ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് ഫോർട്ട് കൊച്ചിയിൽ എത്തിയതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി പോയി. 2 ഫോണിലുണ്ട്. അപ്പോൾ പിന്നെ ആ ഫോണും കൂടി സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിൽ വിളിക്കണമെങ്കിൽ ഫോണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കാതിരുന്നതാണ്. അതും പിന്നെ വീഡിയോ എടുത്ത് ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവൂലേ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കൽ അവിടെ നിർത്തി. അതുകൊണ്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗങ്ങൾ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. ഇതാണ് വാട്ടർ മെട്രോ. ഇതിങ്ങനെ ഈ വാട്ടർ മെട്രോയിൽ കയറിയാൽ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ പോയി ഇറങ്ങാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളും അതിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയതൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല, ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കിട്ടും, പക്ഷെ അന്നൊരു ദിവസം ഫുൾ അവിടെ നിൽക്കണം, എന്നാൽ കിട്ടും. പക്ഷേ അങ്ങനെ നിൽക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമുക്കൊരു വീട്ടിൽ തിരിച്ചു വരേണ്ടതല്ലേ. രാത്രിയിൽ ബസ് പെരിന്തൽമണ്ണക്കുള്ള ബസ് നേരിട്ട് അവിടുന്ന് കൊച്ചിയിൽ നേരിട്ട് പെരിന്തൽമണ്ണക്ക് ബസ് എത്തിയിട്ടോ. സൂപ്പർ ഫാസ്റ്റ് തന്നെയാണ്, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എത്തുകയും ചെയ്തു. അങ്ങോട്ട് സൂപ്പർ ഫാസ്റ്റ് തന്നെ പോയിരുന്നത്. അപ്പം ഇങ്ങനെ ഇവരിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറഞ്ഞു തന്നൊന്നും സത്യത്തിൽ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ടാണ് MG ശ്രീകുമാർ സാറിൻ്റെ വീടൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ്. പിന്നെ ബോൾഗട്ടി പാലസ് ഉണ്ട് അവിടെ, അതവിടെയാണ്. പിന്നെ ആർമീൻ്റെ എന്തോ ഒരു ഇതുണ്ട്, അതൊക്കെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ കിട്ടിയതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കിട്ടി, കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് കയ്യിൽ വീഡിയോ പിടിച്ച് എനിക്കൊരു പേടി, വെള്ളത്തിൽക്കെങ്ങാനും ഫോണ് പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. കയ്യിൽ നിന്നെങ്ങാനും അഥവാ തട്ടിക്കഴിഞ്ഞാൽ പോകൂലേ, അപ്പം അങ്ങനെ ഒരു പേടിയുണ്ട്. പക്ഷേ അപ്പോഴത്തേനും ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേനും തന്നെ ഫോണിൽ ചാർജ് പറ്റ കുറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അധികമൊന്നും എടുത്തില്ല, എന്നാലും എടുക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനത്തെ ഒരു ബോട്ടാണ്. അങ്ങനെ കുറേ ബോട്ടുകളും കപ്പലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ പിന്നെ എന്താ എണ്ണക്കപ്പലാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞവരിങ്ങനെ തരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്നാൽ അത് പറഞ്ഞു തരാനുള്ള ഓർമ്മയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കൽ പോയി വന്നിട്ട് ഇപ്പോൾ കുറച്ചാവും ചെയ്തു. വീഡിയോ അപ്പോൾ ഇട്ടിട്ടില്ല, അതുകൊണ്ട് വീഡിയോ ഇടാൻ താമസിച്ചതാണ്. അപ്പോൾ അപ്പൊക്കിടയ്ക്ക് പിന്നെയും കുറേയൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പം ആയതുകൊണ്ട് പിന്നെ വലിയ ഓർമ്മയിൽ നിൽക്കുന്നൊന്നുമില്ല. എന്താണെന്ന് പറഞ്ഞുതരാൻ അത്ര കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ കയറുമ്പോഴൊക്കെ പേടിയുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു. വെള്ളത്തിൽ കൂടി ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റെതായൊരു ഇതുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇതിൻ്റെ ഞങ്ങളെ അടുത്ത് കൂടെ ഇത് വേറൊരു ബോട്ടായിരുന്നു. അതിലൊരു മൈക്കിലാണ് അവർ പറയുന്നത് കേട്ടോ. ആ ബോട്ടിലുള്ളൊരു മൈക്കിലാണ് പറഞ്ഞത്. പക്ഷെ അതിൽ പറയുന്നത് ഞമ്മക്കും കേൾക്കാമായിരുന്നു. നമ്മളെ ബോട്ടിലുള്ളൊരു മൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ബോട്ടിൽ ചില ബോട്ടുകളിൽ നിന്ന് പറയണത് നമുക്ക് നല്ല സൗണ്ടിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു പോക്ക് പോയതുകൊണ്ട് തന്നെ പിന്നെ അന്നൊരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ അവിടെ നിന്നും ഫുള്ളായിട്ട് കണ്ടുപോരാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ എല്ലാം കണ്ടുപോകുന്നത്. കാക്ക ഒറ്റയ്ക്ക് കൂടില്ല, എല്ലാവരും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും അങ്ങോട്ട് പോവുകയാണ്. എനിക്കൊന്ന് തീരെ തലേന്ന് എനിക്ക് 2 ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു കേട്ടോ. എന്നിട്ടും പിന്നെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അങ്ങ് പോയി എന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു വീഡിയോ കൂടി ഉണ്ട്, ഫോർട്ട് കൊച്ചിയിൽ പോയ, അതോടുകൂടി കൊച്ചി പോയ വീഡിയോ തീരും ഉണ്ടാവും. വീഡിയോ ഇടണമെന്നിടാനൊക്കെ ഓരോ തിരക്ക് കാരണം അപ്പോൾ വീഡിയോ ഇടാൻ താമസിച്ച് പോവുകയാണ്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇടാൻ എഡിറ്റ് ചെയ്യാൻ സൗണ്ട് എടുക്കാനൊക്കെ താമസം പിടിക്കുകയാണ്.